ആദ്യമായിട്ടാണ് ഇലക്ട്രിക് കാറുകളെ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഓപ്ഷനാണ് എന്നെ അലർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്നെ അലർട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇലക്ട്രിക് കാർ ഓടിച്ചു നടക്കാനായിട്ട് വളരെ ചെലവ് കുറവാണെന്ന് അറിഞ്ഞിട്ടും കൂടെ ഇത്രയും നാൾ നമ്മളെ അത് വാങ്ങാതെ പിന്നോട്ട് വലിച്ചിരുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. വേറെ ഒന്നുമല്ല, അതിന്റെ വില തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് പെട്രോൾ കാറിന് ലൈക്ക് ഓൾമോസ്റ്റ് പെട്രോൾ കാറിനെക്കാട്ടും അല്ല ഡീസലിനെക്കാട്ടും ഓൾമോസ്റ്റ് ഡബിൾ ദ പ്രൈസ് ആണ് ഇത്ര നാൾ വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ കോമ്പറ്റീഷൻ വന്നപ്പോൾ അതിൽ നിന്ന് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പ്രൈസ് കുറേയൊക്കെ താഴേക്ക് വന്നിട്ടുണ്ട്. സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററിയുടെ റീപ്ലേസ്മെന്റ് ആണ്. എത്ര നാൾ ഈ ബാറ്ററി എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇതിന്റെ റേഞ്ച് എത്രത്തോളം കിട്ടും എന്നുള്ളത്. നമ്മളൊരു ഫോൺ വാങ്ങിച്ചാൽ പോലും ആ ഫോണിന് കുറച്ച് കളയുമ്പോൾ ബാറ്ററി ലൈഫ് കുറഞ്ഞു വരും. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അത് കുറഞ്ഞു വരും. അപ്പോൾ ഇപ്പൊ 8 വർഷമൊക്കെ വാറന്റി കൊടുക്കുന്നുണ്ട്. എങ്കിൽ കൂടെ അൺലിമിറ്റഡ് വാറന്റി ആണെങ്കിൽ കൂടെ ആ ഒരു 8 വർഷം വരെ ബാറ്ററി എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി പോയാലും അതിനുള്ളിൽ ബാറ്ററി മാറ്റേണ്ട അവസ്ഥകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പേടിയാണ് ഈ ഇലക്ട്രിക് വണ്ടികളിലേക്ക് മാറാനായിട്ടുള്ളൊരു പേടി. ഇപ്പൊ ഈവൻ ഗവൺമെന്റ് കുറെ സബ്സിഡീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ അത് നടക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്കിൽ കൂടെ ഒരു പരിധി വരെ ആളുകളെ പിൻവലിക്കുന്ന മേജർ ഫാക്ടേഴ്സ് ഈ രണ്ട് കാര്യങ്ങളായിരുന്നു. അപ്പൊ ഞാനിന്ന് പറയാൻ വരുന്ന അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ MG മോട്ടോഴ്സിന്റെ അവരുടെ വിൻസർ EVനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. 2 വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് വിൻസർ EV എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ തലവേദനയില്ല പുല്ലാപ്പില്ല എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമേറ്റ് 07 ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു MGയുടെ ഈ ഒരു EV എടുക്കാമെന്നുള്ള കാര്യങ്ങളാണ്. അത് എത്രത്തോളം നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇത്ര നാൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഹൈ കോസ്റ്റ് ആണ്. അതായത് കാറുകളുടെ ഭീമമായിട്ടുള്ള പ്രൈസിങ് ആയിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അത് ഏറെക്കുറെ താഴേക്ക് വന്നിട്ടുണ്ട്. ഇവരുടെ ബാക്കി സ്കീമുകൾ, ഇപ്പം MG വിൻസറിന്റെ സ്കീമുകളെ കുറിച്ചുള്ള വീഡിയോ നേരത്തെ മുന്നേ ചെയ്തിട്ടുണ്ട്, പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം അതിൽ ബാറ്ററി ഒരു റെന്റഡ്, അതായത് വാടകയ്ക്ക് എടുക്കുന്ന രീതിയിൽ എടുത്തിട്ട് ഇനീഷ്യൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്ത് 10 ലക്ഷം രൂപയുടെ സ്റ്റാർട്ടിങ് പ്രൈസ് ഒക്കെ വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ അത് കൂടാതെ ബാറ്ററി ഉൾപ്പെടെ വാങ്ങുന്ന രീതിയിലും നമുക്ക് വണ്ടികൾ കിട്ടും. അപ്പോൾ ഇതിൽ ഏതാണ് നല്ലത്, എങ്ങനെ വാങ്ങുന്നതാണ് നല്ലത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഈ വണ്ടിയിലേക്ക് പോകാം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇത്ര നാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അലട്ടിയിരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയെ കുറിച്ചുള്ള ആകുലതകളായിരുന്നു. അതായത് ആ ഒരു കൺസേൺസ് കൂടുതലായിരുന്നു, എത്ര റേഞ്ച് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓണർക്ക്, അതായത് നമ്മൾ എങ്ങനെ വന്നാലും ഇലക്ട്രിക് വണ്ടി മേടിക്കുന്നത് മാക്സിമം യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഒരു 10 വർഷമെങ്കിലും നമ്മൾ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഓണർക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മേജർ പ്രശ്നം അവിടെ സോൾവ് ആയിട്ടുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഇത് ചാർജിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അത് 1 വർഷത്തേക്ക് അവർ ഫ്രീ പബ്ലിക് ചാർജിങ് അവർ കൊടുത്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് എവിടെ നിന്നും വേണമെങ്കിലും ചാർജ് ചെയ്യാന്നുള്ളതല്ല, MGയുടെ ഷോറൂംസിൽ നിന്ന് ചാർജ് ചെയ്യാം. അത് എവിടെയാണെങ്കിലും 1 വർഷത്തേക്ക് നമുക്ക് പബ്ലിക് ചാർജിങ് ചെയ്യാം. പിന്നെ 331 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട്. അത് ബാക്കിയുള്ള കമ്പനികളെ വെച്ച് നോക്കിയിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ മറ്റേത് 350 കിലോമീറ്റർ പറഞ്ഞാൽ 270 കിലോമീറ്റർ ഒക്കെ കിട്ടുന്നുള്ളൂ എന്നുള്ളത് റിയൽ ടൈമിൽ പലരും കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ MGയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ റേഞ്ച്, അതായത് കമ്പനി പറയുന്ന റേഞ്ചിലേക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് MGയുടെ കാര്യത്തിൽ കുറേയൊക്കെ ഒരു അഷുറൻസ് നമുക്ക് തരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് വണ്ടികൾ എടുക്കണം. അതായത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇവരുടെ ലോൺ സ്കീം, അതായത് EMI സ്കീമിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തായിരുന്നു. അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മനസ്സിലാവും. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് 2 സ്കീമുകളുള്ള, ഒന്ന് ബാറ്ററി റെന്റലായിട്ട് എടുക്കുക, അതായത് ഫസ്റ്റ് ഇനീഷ്യൽ കോസ്റ്റ് ഒരു 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ബേസ് മോഡൽ കിട്ടിയിരുന്നു. അപ്പോൾ അത് മാറിയിട്ട് അത് ബാറ്ററിയുടെ കൂടെ റെന്റ് നമ്മൾ മന്ത്ലി അടച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതൊരു നല്ല സ്കീമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഫൈനാൻസ് ചെയ്യുന്നത്
ഒരു 4 കമ്പനീസാണ്. അതിൽ നമുക്ക് അത്ര ഒരു എന്തോ ക്രെഡിബിൾ ആയിട്ടുള്ളൊരു കമ്പനികളെന്ന് അല്ല ഫൈനാൻസിങ് കമ്പനീസ് ബാങ്കുകളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് വരുന്നത് ബജാജ് ആണ്, സെക്കൻഡ് വരുന്നത് വിദ്യുത് ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി. അതുപോലെ തന്നെ 2 കമ്പനികൾ വേറെ ഉണ്ട്. അത് നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി ഉൾപ്പെടെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 10 ലക്ഷം രൂപ എന്നുള്ളത് 13,50,000 രൂപയ്ക്കാണ് ബേസ് മോഡൽ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിന് നമ്മൾ ഒറ്റയടിക്ക്, അതായത് ബാറ്ററി ഉൾപ്പെടെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒറ്റ EMI ആയിട്ട് അടച്ചു പോയാൽ മതി. പിന്നെ ബാറ്ററിയുടെ പൈസ സെപ്പറേറ്റ് കൊടുക്കാൻ നിൽക്കണം. അതൊരു 5,250 രൂപ ഇത് ഇൻട്രസ്റ്റ് ഇല്ലാതെ തന്നെ അത് വരുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് കൂടി വരുമ്പോൾ അതിനെക്കാട്ട് കുറച്ചൊക്കെ കൂടും. അപ്പോൾ അതൊരു തലവേദനയാണ്. അപ്പോൾ അതിനേക്കാളും വലിയ തലവേദന വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. ഈ 2 കൂടെ ആണെന്നുണ്ടെങ്കിൽ. മറ്റേതെന്ന് വെച്ചാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന 4 ബാങ്ക്സ് ആണ് പറയുന്നത്. അവരുടെ അതിനൊക്കെ എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓൺ റോഡ് പ്രൈസിങ്ങിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ ഈ ബാറ്ററി ഉൾപ്പെടെ മൊത്തമായിട്ട് വാങ്ങുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചോദിക്കും, ആ പ്രൈസിന് വേറെയും കാറുകളുണ്ടല്ലോ, പെട്രോൾ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പോൾ എവിടെയാണ് ഇത് ബെനിഫിഷ്യൽ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ പറയണം, ഇപ്പോൾ മഹീന്ദ്രയുടെ 3XO ഉണ്ട്, അല്ലെങ്കിൽ സെൽട്ടോസ്, ആ വണ്ടികളൊക്കെ ഏകദേശം ബേസ് മോഡലൊക്കെ ആ ഒരു പ്രൈസിങ്ങിൽ കിട്ടുന്നതാണ്. അവിടെ നമുക്ക് റണ്ണിങ് കോസ്റ്റ് പെട്രോളിന് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1000 കിലോമീറ്റർ ഓടാനായിട്ട് ഒരു കിലോമീറ്ററിന് 7 രൂപയൊക്കെ വെച്ചിട്ട് വരികയാണെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് വരും. ഇതാവുമ്പോൾ നമുക്കൊരു 3 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് റണ്ണിങ് കോസ്റ്റ് വരുന്നുള്ളൂ. അതൊരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ബാറ്ററിയുടെ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് വാറൻറ്റി ഉള്ളതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ, ബാറ്ററി വീക്ക് ആയാൽ പോലും നമുക്ക് വേറെ തലവേദനകൾ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉറപ്പായിട്ടും കമ്പനികൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം. ഈ ഒരു വീഡിയോ കണ്ടാൽ കൂടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യങ്ങളെല്ലാം കൂടെ പോയിട്ട് ചിന്തിച്ചിട്ട് വേണം, അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിങ് ആണ്. ഓൺ റോഡ് പ്രൈസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ EVസിന് കുറച്ചൊക്കെ നമ്മളെ ഗവൺമെൻറ് കുറച്ച് സബ്സിഡീസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. കേരള ഗവൺമെൻറ് എത്രത്തോളം തരുന്നുണ്ടെന്നുള്ളത് ചോദ്യചിഹ്നമാണ് അവിടെ അപ്പോഴും. അപ്പോൾ എന്നിരുന്നാൽ കൂടെ നമ്മളിപ്പോൾ ഒരു പെട്രോളോ അല്ലെങ്കിൽ ഡീസൽ കാർ ഓട്ടോമാറ്റിക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 ലക്ഷം രൂപ മുതൽ ഏറ്റവും ചെറിയ സബ് 4 മീറ്റർ വണ്ടികളാണ് നമുക്ക് കിട്ടുക. അതായത് 4 മീറ്റർ താഴെയുള്ള വണ്ടികളെ കിട്ടുക. പക്ഷേ ഈ കാറിലേക്ക്, ഇപ്പോൾ വിൻസറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതേ സെയിം പ്രൈസിന് അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടിയും കിട്ടും. അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ പറയുക, ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടികൾ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ടോപ്പ് മോഡൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഈവൻ ബാക്ക് റോ സിറ്റിങ്ങിൽ പോലും റിക്ലൈനിങ് ആയിട്ടുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒത്തിരി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 10-22 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക് വാങ്ങുന്നതിനെക്കാട്ടും ഈസി ആയിട്ട് ഇത് കൊണ്ടു നടക്കാം. നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് മോഡൽ തന്നെ 17 ലക്ഷം രൂപയിൽ ഓൺ റോഡ് നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ഒരു ബെനിഫിഷ്യലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ KCBയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 2 ഇയേഴ്സിനൊക്കെ അവർക്ക് ഫ്രീ ചാർജിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി പവർ ഹൗസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ 0 കോസ്റ്റിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വണ്ടിയാണ് വിൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിങ്ങിലേക്ക് വരാം. അതായത് ഓൺ റോഡ് പ്രൈസിങ് വരുമ്പോൾ 3 മോഡൽസ് ആണ് വരുന്നത്. ബേസ് മോഡൽ എന്ന് പറയുന്നത് എക്സൈറ്റ്, സെക്കൻഡ് മിഡിൽ ഓപ്ഷൻ വരുന്നത് എക്സ്ക്ലൂസീവ്, ആൻഡ് ടോപ്പ് എൻഡ് വരുന്നത് എസെൻസ് ആണ്. ടോപ്പ് എൻഡിലാണ് പാനോറാമിക് സൺ റൂഫും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ പൊടിയും വെയിലും ഉള്ള സമയത്ത് നമുക്കത് ഓപ്പൺ ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഈ ബേസ് മോഡലായ എക്സൈറ്റിന് വരുന്ന പ്രൈസിങ് എന്ന് പറയുന്നത് 15,39,913 15,39,913 രൂപയാണ് ഓൺ റോഡ് പ്രൈസിങ് വരുന്നത്. അതിൽ നിന്ന് ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെൻറ് എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ചെറിയ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന മോഡലാണ്, മിഡ് ഓപ്ഷനാണ്. മിഡ് ഓപ്ഷൻ 14,50,000 രൂപയാണ് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. നമുക്കത് ലഭിക്കുന്നത് 16,49,444 രൂപയ്ക്കാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പ് എൻഡ് മോഡൽ എല്ലാം ഉൾപ്പെടെയുള്ള ടോപ്പ് എൻഡ് മോഡൽ കാര്യങ്ങൾ വരുന്നതിൻ്റെ പ്രൈസിങ് എന്ന് പറയുമ്പോൾ 15,50,000 രൂപയാണ് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എങ്കിലും നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ 17,58,900
981 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഈ വണ്ടി ലഭിക്കും. ഇതിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാഹന ഗതാഗത മന്ത്രി അതായത് നിതിൻ ഗഡ്കരി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതായത് ഇലക്ട്രിക്കിന് ഇനി മുതൽ ഒരു ബെനിഫിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ടാക്സിന്റെ ഡിസ്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ വന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കിന് പകരം വേറെ ഏതെങ്കിലും വണ്ടി എടുക്കണമെങ്കിൽ തന്നെ പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ എടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറഞ്ഞാൽ, അതായത് GST എന്ന് പറഞ്ഞാൽ 14% സെൻട്രലിനും 14% സ്റ്റേറ്റിനുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഓൺ റോഡ് പ്രൈസിങ്ങിൽ തന്നെ ഒരുപാട് വ്യത്യാസം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എങ്കിൽ കൂടെ ഞാൻ പറയുന്നു, എങ്ങനെ നോക്കിയാലും നമ്മളൊരു ഡീസൽ ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക്കോ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു അൺലിമിറ്റഡ് വാറണ്ടി, അതുപോലെ തന്നെ വണ്ടിയുടെ സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടികൾ, ഇപ്പോൾ ഒരു കോമ്പാക്ട് സെഡാനോ അല്ലെങ്കിൽ കോമ്പാക്ട് SUV ഇലക്ട്രിക് എടുക്കുന്നതിനെക്കാട്ടൊക്കെ എന്തുകൊണ്ടും മെച്ചപ്പെട്ട ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളത്, ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നണു ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ ഒരു സബ് 4 മീറ്റർ വണ്ടി, ഒരു എസ് യു വി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കോമ്പാക്ട് SUV റേഞ്ചിലുള്ള ഒരു വണ്ടി എടുക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും ബെറ്ററും, അതുപോലെ തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പം, കോസ്റ്റ് എല്ലാം കൂടി വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കിതൊരു ബെസ്റ്റ് ബൈ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇലക്ട്രിക് കാറുകളെ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഓപ്ഷനാണ് എന്നെ അലട്ടിയിരുന്ന, അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്നെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ടാക്സ് ബെനിഫിറ്റ് എല്ലാം കൂടി കിട്ടുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാർ തന്നെയാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന്, അല്ലെങ്കിൽ ഇലക്ട്രിക്കിലേക്ക് മാറാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓട്ടോമേറ്റ് 07 ചാനൽ. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു, അതായത് നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് വാഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ, വിഷ് യു ഓൾ എ വെരി ഹാപ്പി വീക്കെൻഡ്.